കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഛത്തീസ്ഗഡ് കോടതികളിൽ സംഭവിച്ചത് എന്ത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ സംഭവിച്ചത് രണ്ട് നിയമങ്ങളുണ്ട് ഈ കേസ് എടുത്തത്. ഇതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് രണ്ട് കന്യാസ്ത്രീകളും, കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകളും, അവരുടെ പേരൊക്കെ അറിയാം, ഇനി വീണ്ടും അവരുടെ പേര് പറയുന്നില്ല, കന്യാസ്ത്രീകളും അങ്കമാലിയും തൃശ്ശൂരുമുള്ള രണ്ട് കന്യാസ്ത്രീകൾ അവിടെ ഛത്തീസ്ഗഡിൽ വർക്ക് ചെയ്യുന്നവർ ആഗ്രയിലേക്ക് വേണ്ടി 3 പെൺകുട്ടികളെ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. ഛത്തീസ്ഗഡിൻ്റെ ബസ്തർ ജില്ലയിൽ നിന്ന്, മാവോയിസ്റ്റ് നക്സലൈറ്റ് ഏരിയയിലുള്ള ജില്ലയിൽ നിന്ന് 3 കുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവർ ഹിന്ദു കുട്ടികളായിരുന്നു, കൺവെർട്ട് ചെയ്യപ്പെട്ടു, നേരത്തെ ക്രിസ്ത്യ മതം സ്വീകരിച്ചു എന്ന് പറയും. പക്ഷേ അതിന് രേഖകളില്ല, അവർ പറയുന്നുണ്ട്, രേഖകളില്ല. അങ്ങനെയുള്ളവരെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഒരു ബന്ധു പയ്യനെയും കൂടെ ആയിട്ട് എവിടെ കൊണ്ടുവരുന്നു? റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. അവർക്ക് തൊട്ടടുത്തുള്ള ഒരു 60 കിലോമീറ്ററിനടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കിടക്കുമ്പോൾ തന്നെ 200 കിലോമീറ്റർ അപ്പുറത്തുള്ള ദുർഗ് റെയിൽവേ സ്റ്റേഷനിലാണ് കൊണ്ടുവരുന്നത്. കൊണ്ടുവരുമ്പോൾ സിസ്റ്റർമാരും ഈ പെൺകുട്ടികളും അകത്ത് കയറിപ്പോയി. ഈ കൂടെ പോയ പയ്യൻ പിറകിലായിപ്പോയി. അപ്പോൾ അയാളെ ടി ശ്രദ്ധിക്കുന്നു. അപ്പോൾ ടി നോക്കിയപ്പോൾ ടിക്കകത്ത് ഒരു പന്തികേട് തോന്നിയപ്പോൾ ചോദിച്ചു, ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റുമില്ല, യാത്രാ ടിക്കറ്റുമില്ല. യഥാർത്ഥത്തിൽ അയാൾ യാത്രയൊന്നും ഉണ്ടായിരുന്നില്ല, കാര്യം മറ്റവരെ കയറ്റിവിടാൻ വന്നതാണ്. ഇനി അയാൾ ഏജൻ്റാണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ആരെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് സിസ്റ്റർമാരുടെ കയ്യിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർമാരുടെ കയ്യിൽ അടുത്തേക്ക് ചെന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർമാരെ കൂടെ 3 പെൺകുട്ടികളുണ്ട്. അവിടെയാണെങ്കിൽ കൺവേർഷൻ, മതമാറ്റവും മനുഷ്യക്കടത്തും വല്ലാത്ത രീതിയിൽ നടക്കുന്നൊരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. സ്വാഭാവികമായിട്ട് ടിക്ക് സംശയമുണ്ടായി. ടി അപ്പോൾ തന്നെ എന്ത് ചെയ്തു? അവിടെ പിന്നെ ഉടൻ തന്നെ ടി ഈ പെൺകുട്ടികളോട് ചോദിക്കുന്നത് എവിടെ പോകുന്നു. അതിലൊരു പെൺകുട്ടി പറയുന്ന മൊഴി പ്രശ്നമാണ് ടിയോട്. അതായത് ഇങ്ങനെ അറിയില്ല, എവിടെ പോകണമെന്നറിയില്ല. വേറൊരു കുട്ടി പറഞ്ഞ് ആഗ്രയിലാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അവരെ കയ്യിൽ നോക്കിയപ്പോൾ 2 രേഖകളുടെ കുറവുമുണ്ട്. ഒന്ന്, വില്ലേജ് പാലായൻ സർട്ടിഫിക്കറ്റ് ഇല്ല, അത് വേണം നിർബന്ധമായി. രണ്ടാമത് പിന്നെ മാതാപിതാക്കളുടെ എഴുതിയ കൺസെൻറ്റ് വേണം, അല്ലാതെ വാക്കാലുള്ള കൺസെൻറ്റ് പോരാ, എഴുതിയ കൺസെൻറ്റ് വേണം, റിപ്പോർട്ട് പേപ്പർ വേണം. ഇത് രണ്ടുമില്ല. സ്വാഭാവികമായിട്ട് ഒരു ആധാറൊക്കെ പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ ആകെ കൺഫ്യൂഷനായി. ഇതിനിടയിൽ അവിടെ ബജ്റംഗ് ദൾ നേതാക്കൾ വരുന്നു. അവരെ ടി വിളിച്ചു വരുത്തിയതാണെന്നും പറയുന്നു, അല്ലാതെ വന്നതാണെന്നും പറയുന്നു. എന്തായാലും ഛത്തീസ്ഗഡാണ്, അവിടെ ഹൈന്ദവ സംഘടനകൾക്കും ബജ്റംഗ് ദളിനും BJPക്കും ഒക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. ചെറിയ കാര്യം കണ്ടാൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോൾ വിളിച്ചും പറയും, അല്ലെങ്കിൽ ടി വിളിച്ച് പറഞ്ഞു. എന്തായാലും അവിടെ ബജ്റംഗ് ദൾ പ്രവർത്തകർ വന്നു. അവർ ബഹളം ഉണ്ടാക്കി. അവരിൽ ഒരാൾ കൊണ്ട് കേസും കൊടുത്തു. കേസ് കൊടുത്ത് ആദ്യത്തെ സെഷൻസ് കോടതിയിൽ കേസ് അപ്പിയർ ചെയ്തത്, കേസ് കൗണ്ടറായിട്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി കേസ് കൊടുത്തത് കന്യാസ്ത്രീകൾ ഒപ്പിടാത്ത, അഫിഡവിറ്റിൽ ഒപ്പിടാത്ത അവിടുത്തെ സഭകൾ ചുമതലപ്പെടുത്തി ആരുമാണ് കൊടുത്തതെന്നൊരു വാദമുണ്ട്. അതെനിക്കറിയില്ല, അങ്ങനെ ഒരു വാദം ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഏറെ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. കൊടുത്തപ്പോഴാണ് ജഡ്ജി ഇത് നോക്കിയപ്പോൾ മനസ്സിലായത്, ഇതിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 144 അനുസരിച്ചുള്ള പിന്നെ എന്താണ് മനുഷ്യക്കടത്തിനകത്ത് വരുന്നു. ഛത്തീസ്ഗഡിൻ്റെ ആക്ട് അനുസരിച്ച് റിലീജിയൻ കൺവേർഷൻ ഇഷ്യൂവും വരുന്നു. ഈ 2 ഇഷ്യൂ വെച്ചിട്ടാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഹിന്ദു മതത്തിൽപ്പെട്ട കുട്ടികളാണ്. അവർ നേരത്തെ മാറിയെങ്കിലും അതിനുള്ള സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതിടത്തോളം കാലം ഒരു കൺവേർഷൻ ഉണ്ടെന്ന് തോന്നും. പ്രത്യേകിച്ച് ഹിന്ദു കുട്ടികളായിരുന്നവരെ ക്രിസ്ത്യൻ കുട്ടികളെ കൂടെ കാണുകയല്ലേ, ക്രിസ്ത്യൻ സിസ്റ്റർമാരെ കൂടെ. രണ്ടാമത്, കൃത്യമായ ഡോക്യുമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് മനുഷ്യക്കടത്ത് തന്നെയാണ്. മാത്രമല്ല 100 കണക്കിന് മനുഷ്യക്കടത്ത് കേസുകൾ ഛത്തീസ്ഗഡിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലവുമാണ്. അതാണ് വേറെ തമാശ. 100 കണക്കിന് കേസുകളാണ്. അതിൽ മഹാഭൂരിപക്ഷം കേസുകളും അച്ഛന്മാരോ കന്യാസ്ത്രീകളെ പോലുള്ള ആളുകളും ഇതിനകത്തുണ്ട്. അവരൊരു മുസ്ലിം കുട്ടികളെയും കൊണ്ടുപോകുന്നില്ല, അവർ ഹിന്ദു കുട്ടികളായ ദളിത് കുട്ടികളെയാണ് കൊണ്ടുപോകുന്നത്. നന്നാക്കാനാണ് കൊണ്ടുപോകുന്നതെങ്കിൽ സന്തോഷം, പക്ഷേ അതിന് ഡോക്യുമെൻ്റ് വേണം. ഈ ഡോക്യുമെൻ്റ് അത് വന്നപ്പോഴാണ് പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ കോടതി എന്ത് പറഞ്ഞു? മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്ത് പറഞ്ഞു? നോക്കിയപ്പോൾ അവർക്ക് ഇത് എടുക്കാൻ പറ്റില്ല, കാരണം അവർ ചെറിയ കോടതിയാണ്. അതുകൊണ്ട് അവർ ആ കേസ് എടുത്തില്ല. അവർ പറഞ്ഞു അടുത്ത വലിയ കോടതി നോക്കട്ടെ, ഞങ്ങൾക്ക് ഈ സെഷനുള്ള കേസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടല്ലോ. അവരതുകൊണ്ട് ജാമ്യം തരാൻ പറ്റില്ല, കേസ് എടുക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ വാദവും കേട്ടു എന്ന് പറയുന്നത്. വാദം കേട്ടിട്ട് ഇതിൽ ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അടുത്ത കേസ് അവിടെ സെഷൻസ്, അവ ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ 4 ദിവസമായി. അടുത്ത ദിവസം സെഷൻസ് കോടതിയിൽ കൊണ്ടുകൊടുത്തു. അവർ നോക്കിയപ്പോൾ പറഞ്ഞു, അയ്യോ ഇതിനകത്ത് എല്ലാ ക്ലാസ്സും നോക്കിയപ്പോൾ NIAയുടെ ഒരു ക്ലോസ് കിടക്കുന്നു. NIA നിയമത്തിൽ പറയുന്നൊരു ക്ലാസ്സും കൂടെ വെച്ചിട്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റില്ല, NIA കോടതി പോകണം. അങ്ങനെയാണത് NIA കോടതിയിലേക്ക് മാറുന്നത്. അല്ലാതെ അവിടെ രണ്ടാമത്തെ കോടതി കേസിൻ്റെ മെരിറ്റിലേക്ക് കടന്നില്ലല്ലോ. മെരിറ്റിലേക്ക് കിടക്കുന്നത് എങ്ങനെയാണ്? കേസ് നമ്പറിട്ട്
അവിടെ ബാക്കി ഡോക്യുമെൻ്റ് എല്ലാം നോക്കി അവസാനം കേസിൻ്റെ വാദം തുടങ്ങി, ബന്ധപ്പെട്ട ആളുകളെ വിസ്തരിച്ച് പ്രതിയുടെ വക്കീൽ, വാദിയുടെ വക്കീൽ, പബ്ലിക് പ്രോസിക്യൂട്ടർ, പോലീസ് എല്ലാവരെയും കേട്ട് കഴിഞ്ഞിട്ടാണ് ജഡ്ജി തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ജഡ്ജി മെരിറ്റിലേക്ക് കടന്നില്ല. ജഡ്ജി പറഞ്ഞു ഇതിൻ്റെ മെരിറ്റിലേക്ക് കയറാൻ പറ്റത്തില്ല, കാരണം എനിക്ക് തടസ്സം നിൽക്കുകയാണ് വാദലിൽ. എന്താ ക്ലോസ് ചെയ്തിരിക്കുകയാണ് വാദൽ. എന്താ ക്ലോസ്? ഈ ക്ലാസ് അല്ല ക്ലോസ്. എന്താ ക്ലോസ്? ക്ലോസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ NIA പർവ്യൂവിൽ വരുന്നൊരു വിഷയമാണ്, അതുകൊണ്ട് എനിക്ക് കേസെടുക്കാൻ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. ഇതിനെയാണ് ഇവിടെ ഇട്ട് ജാമ്യം തള്ളി എന്നൊക്കെ പറഞ്ഞ് വേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ദയവായി ഇത്തരം കൺഫ്യൂഷനുകൾ ക്രിയേറ്റ് ചെയ്യരുത്.